പ്രിയമുള്ളവരെ, പുണ്യ റബീഉ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം, അതിലേക്കുള്ള പ്രയാണം, അതിൻ്റെ ആഘോഷം ലോകത്ത് എമ്പാടും തുടങ്ങുകയാണ്. അതിൽ നിന്ന് ഒട്ടും കുറവ് വരാത്ത വിധം നമ്മളും ആ ആഘോഷത്തിൽ പങ്കുചേരണം. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന എല്ലാവരും അതിൽ പങ്കുകൊള്ളണം. അഹ്ലുൽ ബിദ്അത്തി വൽ ളലാലയല്ല. ഒരു റബീഉ വരുമ്പോൾ എന്താണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഘോഷയാത്ര നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാരക്ക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീരണി, അല്ലെങ്കിൽ മദ്രസ വിദ്യാർത്ഥികളുടെ യാത്രയിൽ ഒരു ചെറിയൊരു പായസം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നന്മയായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങളോട് ഉണർത്തട്ടെ, എല്ലാ ദിവസവും റബീഉൽ അവ്വലിന്റെ 1 മുതൽ 30 കൂടിയ ദിവസം പറ്റുന്നവർ, അങ്ങനെ അല്ലാത്തവർ 1 മുതൽ 12 വരെയും എല്ലാ ദിവസവും വീട്ടിലിരുന്ന് ഭാര്യ മക്കളോടുകൂടെ മങ്കൂസ് മൗലൂദോ, ജഅല മൗലൂദോ, ഷറഫുൽ അനാമോ, അഷ്റഖ് ബൈത്തോ, യാക്രമയോ, സലാം ബൈത്തോ, ഏതാണെങ്കിലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടണം, പറയണം. അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ നമുക്ക് ഷഫാഅത്തിന് ഉള്ള ഒരേ ഒരാൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി നമ്മെ എല്ലാവരും കൈകഴിയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു നബിയാണ്. ആരൊക്കെ നമ്മുടെ ഈ ഭൂമി ലോകത്തും നാളെ ആഖിറത്തിലും ഇല്ല എന്ന് പറഞ്ഞാലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടുകൂടെ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും നമ്മൾ അറിഞ്ഞതും. നമ്മൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ഉണ്ടായിരിക്കെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആ സ്നേഹത്തിൽ നിന്നും ഒരു അണു ഇളവ് കുറവ് വരാൻ നമ്മൾ ആരെ കൊണ്ടും സമ്മതിക്കരുത്. അതൊരു ബിദ്അത്തിന്റെ അഹ്ലുകാരാകാം, അതൊരു ജമാഅത്ത് ഇസ്ലാമിയാകാം, അതൊരു മുജാഹിദാകാം, ആരുമാകാം. പക്ഷേ അവരെ ഒന്നും നമ്മൾ സമ്മതിക്കരുത്. കാരണം ഇതെന്റെ റസൂലാണ്, ഇത് ലോകത്തിന്റെ പ്രവാചകനാണ്, ഇത് അന്തിമ പ്രവാചകനാണ്, ഇത് കാരുണ്യത്തിന്റെ, സഹനത്തിന്റെ, അനുഗ്രഹത്തിന്റെ പരിശുദ്ധ റസൂലാണ്. ആ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ കടക്കുന്നതായ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആര് നമ്മൾ ഒഴിവാക്കിയാലും ഒഴിവാക്കാത്ത ഒരേ ഒരാൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് അനേകം ഇഷ്ക് വെച്ച് പുലർത്തുക, നബിക്ക് വേണ്ടി അനേകം സ്വലാത്തുകൾ ചെല്ലുക, നബിയെ എപ്പോഴും മനോനുകരത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ സൗഭാഗ്യങ്ങളുടെ കാരണമാണ്. ആ കാരണങ്ങളെ നേടിയെടുത്ത് നല്ല ജീവിത ചുറ്റുപാടുകൾ നയിച്ചുകൊണ്ട് നല്ലൊരു പ്രതികരണവും നല്ലൊരു മനോഭാവത്തോടുകൂടി റബീഉൽ അവ്വലിനെ നമ്മൾ വരവേറ്റ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടാം, പറയാം, പുകഴ്ത്താം. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു മിഠായി ആണെങ്കിൽ പോലും ആ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും നാളെ ആഖിറത്തിലും ഉതകുന്നതായ ഒരു സ്വതക്കയാണ്. ആ സ്വതക്കകൾ, ആ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒട്ടും അമാന്തിക്കേണ്ട. ഇപ്പോൾ തന്നെ പരിശുദ്ധ റസൂലിന് വേണ്ടി ഇറങ്ങുക. ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ വാക്കുകൾ അനുസരിക്കുകയും അത് അനുധാവനം ചെയ്യണമെന്ന് അധമ്യമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ ആളുകളാണ്. അതുകൊണ്ട് പരിശുദ്ധ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ റസൂലിലേക്ക് അടുത്ത് നാളെ ആഖിറത്തിൽ പരിശുദ്ധ റസൂലിനെ നമ്മുടെ നയനങ്ങൾ കൊണ്ട് കണ്ട് ഈ ലോകത്ത് യഖ്ലത്തിലും മനാമിലും
ഉണർച്ചയിലും അതുപോലെ തന്നെ ഉറക്കത്തിലും സ്വപ്നത്തിൽ കണ്ട് നിർവൃതി അണയാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ ഒരു മുഹിബ്ബായി, യഥാർത്ഥ ഒരു ആശിഖ് റസൂലായി മാറി നാളെയുടെ പരുവപ്പെടുത്തലുകൾ, നാളെയുടെ അനുഗ്രഹങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകൾ, ഇന്നിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടുക പരിശുദ്ധ റസൂലിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.